ഈ പണം വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സാമഗ്രികൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഓഫീസിൽ ചുമതലയുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് എനിക്ക് പണമാണെന്ന് അറിഞ്ഞതും അത് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളതും. ഇതെല്ലാം ഞാൻ പോലീസിനോട് എല്ലാ കാര്യങ്ങളും മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് പറയാനുള്ള അടുത്ത കാര്യം, ഈ പണം ഇവിടെ വന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എത്ര ബൂത്തുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 2300 ബൂത്തുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവുക. അതിൽ പാർട്ടിക്ക് എത്ര ബൂത്തുകളിൽ സജീവ പ്രവർത്തനങ്ങളുണ്ട്, എത്ര കമ്മിറ്റികളുണ്ട് എന്നുള്ളതെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ കൊണ്ടുവന്ന പണം എത്ര തുക വെച്ചിട്ടാണ് ഈ ബൂത്തുകളിൽ ഇവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന ആകെ കൂടി ഇവർ കൊടുക്കുക 5000, 7000, മാക്സിമം 10000 രൂപയാണ് കൊടുക്കുക. ഈ 2300 ബൂത്തിൽ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക? ബാക്കി പണം എന്ത് ചെയ്തു ഇവർ? ആരൊക്കെ ഇത് വീതം വെച്ചെടുത്തു? എന്തിനെല്ലാം വേണ്ടി ഇത് ഉപയോഗിച്ചു? ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത്? ഇതിൽ വ്യക്തമാണ്. ഈ പണം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ട്രഷററാണ്. പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അനീഷ്, അതുപോലെ ജനറൽ സെക്രട്ടറി ഹരി, സുജയ് സേനൻ, ഇവർ 3 പേരാണ് ഈ പണത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ഇതിന് കാവലിരുന്നു എന്നുള്ള തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വൈകി വന്നിട്ടായാലും എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ബോധ്യപ്പെടുത്താനായിട്ട്, ഈ വിചാരണ വേളയിൽ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ തന്നെ എനിക്ക് അത് പറയേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. പിന്നെ അതും കഴിഞ്ഞ് ബാക്കി 1.5 കോടി രൂപ ഉണ്ടായിരുന്നു. ഈ പണം എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി 1.5 കോടി രൂപ ഒരു മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ 1.5 കോടി രൂപ ഒരു ചാക്കിലും 2 ബിഗ് ഷോപ്പറിലായിട്ട് വീതം വെച്ചിട്ട് ഒരു മാസത്തിന് ശേഷം, അതായത് തൃശ്ശൂർ പൂരത്തിന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരം അന്ന് വന്നിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിന് ശേഷം ഈ ഒരു ചാക്കും 2 ബിഗ് ഷോപ്പറും കൂടിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി? ഇത് കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിൻ്റെ കാറിലാണ്, അനീഷിൻ്റെ കാറിലാണ്. അനീഷ് കാറിലുണ്ട്, ഡ്രൈവറില്ല. അനീഷാണ് ഈ കാറിൽ ഈ പണം ആയിട്ട് സുജയ് സേനനും ഹരിയും കൂടിയിട്ട് ഈ കാറിൽ കൊണ്ടുവച്ചത്. എന്നിട്ട് ഈ കാറിൽ കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി? എന്ത് ചെയ്തു? ആ പണം വെളിപ്പെടുത്തണം. ജില്ലയിൽ നടക്കുന്നത്, പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നടക്കുന്നത് ഫുള്ള് കള്ളത്തരങ്ങളാണ്, മുഴുവൻ കള്ളത്തരങ്ങളാണ്. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം അടിയന്തരമായിട്ട്. എന്നിട്ട് ഈ കള്ളപ്പണം ഉപയോഗിച്ച ആളുകളെ അതിൻ്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എനിക്ക് ഈ പോലീസിനോടും ഞാൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. നിയമത്തിന് മുന്നിൽ കള്ളപ്പണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹം കുറ്റം ചെയ്ത ആളുകളെ പോലീസ് അല്ലെങ്കിൽ ആ കള്ളപ്പണം കൈകാര്യം ചെയ്യേണ്ട വിഭാഗം, ED ആയാലും എന്താണെങ്കിലും, ഇവരെ കൊണ്ട് ചോദ്യം ചെയ്തിട്ട് ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ആരെല്ലാം കൈകാര്യം ചെയ്തു, ആർക്കെല്ലാം വീതം വെച്ചു, ആ പണം കൊണ്ട് എന്തെല്ലാം ഉപയോഗം നടത്തി, വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥകളും ഈ കള്ളപ്പണത്തിൻ്റെ ഉറവിടവും പോലും ഇവരിൽ നിന്ന് അറിയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 3 കെട്ട് ചാക്ക് കൊണ്ടുപോയത് എവിടേക്കാണെന്നും കൂടി അന്വേഷിക്കണം. ഇവർ വെളിപ്പെടുത്തണം ഈ 3 കെട്ട് ചാക്ക് എവിടേക്ക് കൊണ്ടുപോയി അന്നത്തെ ദിവസം. ഇതാണ് ഞാൻ പോലീസിന് കൊടുത്ത മൊഴികളിൽ. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അന്ന് ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന 1.5 കോടി രൂപയാണ് ഇതിൽ ബാക്കി ഉണ്ടായിരുന്നത്. 1.5 കോടി രൂപ. ഈ 1.5 കോടി രൂപ എല്ലാം കഴിഞ്ഞിട്ടും ബാക്കി എന്ത് ചെയ്തു? എവിടേക്ക് കൊണ്ടുപോയി? ഇതൊന്നും പാർട്ടിയുടെ ജില്ലാ കാര്യങ്ങൾക്ക്, ജില്ലാ ഓഫീസിലെ കാര്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം ജില്ലയിൽ അവിടെ ഓഡിറ്റിംഗ് നടത്താനായിട്ടുള്ള കണക്കുകളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്. വാസ്തവത്തിൽ അത് ചെയ്യേണ്ടത് ജില്ലാ പ്രസിഡന്റും ട്രഷററും കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ജോലി പോലും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത ആളാണ് ഞാൻ. അത് ജില്ലയിൽ ഓഡിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് ചോദിച്ചറിയാം. ഈ ഓഡിറ്റിങ്ങിന് വന്ന ഒരു വർഷം ഓഡിറ്റിങ്ങിന് വന്ന ആളുടെ ഒരു ബാഗ് അവിടെ മിസ്സായിട്ട് ആ ആളെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊടുത്ത ആളാണ് ഞാൻ. ഈ ഓഡിറ്റിങ്ങിന് വന്ന ആളുകളോട് ചോദിച്ചറിയാം. മനോജേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. മലപ്പുറം ജില്ലയിലെ ആളാണെന്ന് എനിക്ക് സംശയം. അദ്ദേഹം ആണ് അവിടെ ഓഡിറ്റിങ്ങിന് വന്ന ആളിലൊരാൾ. അദ്ദേഹം അവിടെ വന്നിട്ട് മറന്നു വെച്ചത് പിറ്റേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം വന്ന് കളക്ട് ചെയ്ത് പോയത്. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയും സത്യസന്ധതയോടു കൂടിയും
എന്നെ ഏൽപ്പിച്ച മുഴുവൻ ജോലിയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ പറയുന്ന ഈ കള്ളപ്പണം ഓഫീസിൽ വന്നു എന്നുള്ളത് ഗൗരവകരമായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഈ നേതൃത്വം മറുപടി പറയണത്. ജില്ലാ നേതാക്കൾക്ക് വ്യക്തമായിട്ടറിയാം ഈ പണം ആരുപയോഗിച്ചു, എന്തിനുപയോഗിച്ചു, ആരൊക്കെ ഇത് വീതം വെച്ചു, എല്ലാം വെളിപ്പെടുത്തണം. ജില്ലാ നേതൃത്വമാണ് ഇത് വെളിപ്പെടുത്തേണ്ടത്. ജില്ലാ നേതൃത്വം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോസ്റ്റർ ഒട്ടിക്കുന്നതും കൊടി കെട്ടുന്നതും പോലെയുള്ള പ്രവർത്തകർ തിരിച്ചറിയണം. കള്ളത്തരം കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇവർ ജീവിക്കുന്നതിൻ്റെ ഇവരുടെ ആസ്തി എന്താ? ഇവർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുമ്പോൾ ചുമതലയിൽ വരുന്നതിന് മുന്നേ ഇവരുടെ ആസ്തി എന്തായിരുന്നു? ഇപ്പം എന്താണ് ഇവരുടെ ആസ്തി? എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം, വിശദമായി അന്വേഷിക്കണം. രാജ്യദ്രോഹം ചെയ്ത ആളുകൾ പാർട്ടിയുടെ നേതാക്കളായിട്ട് ചമയുകയും ചെയ്യുക, സാധാരണക്കാരായ ആളുകൾ ചെയ്യേണ്ട പണി പോസ്റ്റർ ഒട്ടിക്കലും ഈ കൊടി കെട്ടണ ആ പണികളായിട്ട് മുന്നോട്ട് പോവുക. സാധാരണ പാർട്ടി പ്രവർത്തകർ അറിയട്ടെ, ജില്ലാ നേതാക്കന്മാരുടെ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്ന് പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ അറിയേണ്ടത് പ്രവർത്തകരുടെ കടമയാണത്. പ്രവർത്തകർ കാരണമാണ് ഈ നേതാക്കന്മാരുണ്ടാവുന്നത്. പ്രവർത്തകരില്ലെങ്കിൽ നേതാക്കന്മാരില്ല. അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.